നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ കുതിരാനിൽ വൻ ലഹരിമരുന്നുവേട്ട. MDMAയും ബ്ലൂ എക്സ്റ്റേസി ഗുളികകളും പിടികൂടി. പൂത്തോൾ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. ലഹരിവേട്ട തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും PG പോലീസിന്റെയും നേതൃത്വത്തിൽ. കേരളത്തിൽ മന്ത്രിമാരെ പാർട്ടിയെ മുഖ്യമന്ത്രിയും നിയന്ത്രിക്കുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമെന്ന് K മുരളീധരൻ. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ നിലയിൽ. ചാൻസലർ, വൈസ് ചാൻസലർ പോര് കുട്ടികളുടെ ഭാവിക്ക് ഭീഷണിയാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പുതിയ വോട്ടർമാരായ വിദ്യാർത്ഥികൾ പഠന ആവശ്യത്തിന് കേരളത്തോട് സലാം പറഞ്ഞതുകൊണ്ടെന്നും K മുരളീധരൻ. KPSTA സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഷൊർണൂരിൽ. സംസ്ഥാന സർവീസ് മേഖലയെ സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ച് ജനവിരുദ്ധമാക്കുകയാണെന്ന് NGO സംഘ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനും ഇല്ലാതാക്കാനും ശ്രമം. ഭരണാനുകൂല സംഘടനകളുടേത് അടിമ മനസ്സ്. പാലക്കാട്ട് NGO സംഘ് ജില്ലാ സമ്മേളനം. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി. സ്കൂളിലെ CCTV ക്യാമറയുടെ പ്രവർത്തനാനുമതി വസ്തുതാവിരുദ്ധമായ പരാതിയെ തുടർന്ന് നിഷേധിച്ചത് പ്രതിഷേധാർഹം. വിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച 13 ലക്ഷം രൂപ പാഴാക്കി. നടപ്പു സാമ്പത്തിക വർഷം PTA നിർദ്ദേശിച്ച ഒരു പദ്ധതി പോലും നടപ്പാക്കിയില്ല. 2018 പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണത്തിന് സർക്കാർ 3.5 കോടി അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചില്ലെന്നും PTA ഭാരവാഹികൾ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവാക്കൾ തന്നെയെന്ന് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ. മികച്ച പരിശീലനം നൽകി യുവതീ-യുവാക്കളെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. കൂറ്റനാട് ഭാരത് യൂത്ത് ക്ലബിന്റെ മീറ്റ് ദി ലെജൻഡ്. ആടുജീവിതവും അനുവദിക്കാതെ അക്രമകാരികളായ തെരുവുനായ്ക്കൾ. ദേശമംഗലം ഒലിച്ചിയിൽ കൂട്ടമായെത്തിയ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി ആടുകളെ കടിച്ചുകൊണ്ടു. നഷ്ടമായത് വിധവയായ വീട്ടമ്മയുടെ ഉപജീവനമാർഗം. വേനൽമഴയിൽ കോട്ടായി പറളി മേഖലയിൽ പരക്കെ നാശനഷ്ടം. തേനൂരിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മരക്കൊമ്പുകൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതോടെ വൈദ്യുതി വിതരണവും താറുമാറായി. മണ്ണൂരിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വശങ്ങളിൽ ചാൽ കീറിയ ഗ്രാമീണ പാതകൾ ചെളിക്കുളമായതോടെ യാത്രാക്ലേശം രൂക്ഷം. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മഴക്കാലത്തിനു മുമ്പ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി വേണമെന്ന് മുസ്ലിം ലീഗ്. വാർത്തകൾ വിശദമായി. തൃശൂർ കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. 42 ഗ്രാം MDMAയും ബ്ലൂ എക്സ്റ്റേസി ഗുളികകളും പിടികൂടി. സംഭവത്തിൽ പൂത്തോൾ സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ബാംഗ്ലൂരുവിൽ നിന്ന് ബസ് മാർഗമാണ് ഇയാൾ മയക്കുമരുന്ന് തൃശൂരിൽ എത്തിച്ചത്. കുതിരാൻ ഭാഗത്ത് ബസ്സിറങ്ങിയ വിഷ്ണുവിനെ പോലീസെത്തി പിടികൂടുകയായിരുന്നു. 42 ഗ്രാം MDMAയും MDMAയുടെ ഗുളികരൂപമായ ബ്ലൂ എക്സ്റ്റേസി ഗുളികകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പിടിയിലായ വിഷ്ണു നേരത്തെയും ലഹരിക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്ന് പോലീസ് പറഞ്ഞു. വാളയാറിൽ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവുമായി ഇയാളെ പിടികൂടിയിട്ടുണ്ട്. മണ്ണുത്തി, മുക്കാട്ടുകര, നെല്ലങ്കര തുടങ്ങി തൃശൂർ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് മയക്കുമരുന്നെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്ക് ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിക്കുന്നത് എന്നും ആരാണ് സാമ്പത്തിക സഹായം നൽകുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ മന്ത്രിമാരെ പാർട്ടിയെ മുഖ്യമന്ത്രിയും നിയന്ത്രിക്കുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമെന്ന് K മുരളീധരൻ. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ നിലയിലായി. പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത വിദ്യാർത്ഥികൾ പഠന ആവശ്യത്തിന് കേരളം വിട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്നും K മുരളീധരൻ പറഞ്ഞു. ഷൊർണൂരിൽ KPSTA സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K മുരളീധരൻ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ അധ്യാപകരെ വിശ്വാസത്തിലെടുക്കണമെന്നും K മുരളീധരൻ MP ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ രംഗം നാഥനില കളരിയായി മാറുകയാണ്. കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ചുവപ്പുവൽക്കരണത്തിലൂടെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് പോകേണ്ട അവസ്ഥയായി. പുതിയ വോട്ടർ പട്ടികയിൽ ചേർത്ത പലരും പഠനാവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നതാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പോളിംഗ് ശതമാനം കുറയാനിടയാക്കിയതെന്നും K മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മന്ത്രിമാർ പാർട്ടിയുടെ കളിപ്പാവകളാണ്. മന്ത്രിമാരെ പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിയെ മുഖ്യമന്ത്രി ഭരിക്കുന്ന വിചിത്രമായ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും K മുരളീധരൻ ആക്ഷേപിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച്, ആ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങളിൽ പ്രധാനം പുതിയതായി വോട്ടർ പട്ടികയിൽ ചേർത്ത 18 വയസ്സ് കഴിഞ്ഞ പല വിദ്യാർത്ഥികളും ഇന്ന് കേരളത്തിലില്ല.
കാരണം വിദ്യാഭ്യാസ രംഗത്തെ പാളിച്ചകളും തകരാറും കാരണം പലരും മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പഠിക്കാൻ പോയിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് യങ് ജനറേഷൻ്റെ ഒരു കാര്യമായിട്ടുള്ള കുറവ് ഇത്തവണത്തെ പോളിങ്ങിൽ ഉണ്ടായത്. അവർക്ക് ഈ രാജ്യത്തിനോട് ജനാധിപത്യത്തിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പലരും പഠിക്കാൻ പുറത്തു പോയതിനു ശേഷം തിരിച്ചു വന്നു വോട്ട് ചെയ്തുവാനുള്ള ഒരു മാനസികാവസ്ഥ പലർക്കും ഉണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്ന ചാൻസലർ, വൈസ് ചാൻസലർ പോലും അത് എത്ര വിദ്യാർത്ഥികളുടെ ഭാവി അവകാശത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഗവർണറുമായിട്ട് വേണ്ട നേരത്തെ സർക്കാർ ഒത്തുതീർപ്പുണ്ടാക്കുന്നുണ്ട്, ഗവർണർ തിരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം താല്പര്യമില്ല. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം കുത്തഴിഞ്ഞ അവസ്ഥ. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത മന്ത്രിമാർ, പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി നേരിട്ട് ഭരിക്കുകയാണ്. മന്ത്രിമാർ ഈ പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണ്. മന്ത്രിമാരെ പാർട്ടി ഭരിക്കുന്നു, പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരവ് വരുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്ന്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് സി പ്രദീപ്, പി കെ അരവിന്ദൻ, വട്ടപ്പാറ അനിൽകുമാർ, ഷാഹിദ റഹ്മാൻ, എൻ രാജ്മോഹൻ, കെ രമേശൻ, ബി ബിജു, ബി സുനിൽകുമാർ, അനിൽ വെഞ്ഞാറമോട്, ടി യു സാദത്ത്, സാജു ജോർജ്, പി എസ് ഗിരീഷ് കുമാർ, പി വി ജ്യോതി, ബി ജയചന്ദ്രൻ പിള്ള, ജോൺ ബോസ്കോ, വർഗീസ് ആൻ്റണി, പി എസ് മനോജ്, വിനോദ് കുമാർ, പി എം നാസർ, ജി കെ ഗിരീഷ്, എം കെ അരുണ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ എം സി ദിലീപ് കുമാർ, കെ അബ്ദുൾ മജീദ് എന്നിവർ ദേശീയ വിദ്യാഭ്യാസ നയവും കേരളത്തിലെ ഏകീകരണ പ്രക്രിയയും സംഘടനയും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളും എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സർവീസ് മേഖലയെ സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ച് ജനവിരുദ്ധമാക്കുകയാണെന്ന് NGO സംഘ് പാലക്കാട് ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം മധുസൂദനൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരെ അടിമവൽക്കരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാവുമ്പോഴും സുരക്ഷിതത്വം ഇല്ലാതാവുമ്പോഴും ഇടത് സംഘടനകൾ കേവലം സ്തുതിപാഠകർ മാത്രമായി മാറി. അടിമ മനസ്സാണ് ഭരണാനുകൂല സംഘടനകൾക്കെന്നും മധുസൂദനൻ മാസ്റ്റർ ആരോപിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ ജീവനക്കാരോടും പൊതുസമൂഹത്തോടും ഇടത് സംഘടനകൾ പറഞ്ഞതെന്നാണ്, ഇനി ഒരു 5 വർഷക്കാലത്തേക്ക് കേരളത്തിൽ വിലവർദ്ധന, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നെങ്കിൽ ഇന്ന് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ സമയത്ത് കേരളത്തിൽ ജീവനക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പറയുവാൻ ഇന്ന് കേരള NGOs മാത്രമാണ് ഉള്ളത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നലാപുരം, NGO സംഘ് ജില്ലാ സെക്രട്ടറി പ്രിജു, പി കെ രവീന്ദ്രനാഥ്, പി മനോജ്, എസ് കനകദാസ്, ദേവദാസ്, ഷേർലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യുവാക്കളാണ് രാജ്യത്തിന്റെ വലിയ സമ്പത്തെന്ന് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ. മികച്ച പരിശീലനം നൽകി യുവാക്കളെയും സ്ത്രീകളെയും സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. വലിയ തോതിലുള്ള രാജ്യത്തിന്റെ സൈനിക ശക്തി ഏറെ മുതൽക്കൂട്ടാണെന്നും അവർ പറഞ്ഞു. കൂറ്റനാട് ഭാരത് യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി ലെജൻഡ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സോണിയ ചെറിയാൻ. യുവാക്കൾ രാജ്യത്തിന്റെ വലിയ കരുത്താണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്ക് വലിയ സൈനിക ശക്തിയാണുള്ളത്. അത് രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണെന്നും നല്ല പരിശീലനം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ പറഞ്ഞു. യുവാക്കളും സ്ത്രീകളും സൈന്യത്തിലേക്ക് വരണം. ഇവർക്ക് നല്ല പരിശീലനം നൽകി സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നും എന്നാൽ അടുത്ത തലമുറയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും ഇവർ പറഞ്ഞു. ഭാഗങ്ങളിലെയും രാജ്യങ്ങൾ വയസ്സായിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അവിടെ എൽഡർ സിറ്റിസൺ, സീനിയർ സിറ്റിസൺസ് കൂടുതലും
ചെറുപ്പക്കാർ കുറവാണ്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഒരു പരിധിവരെ ഇന്ത്യ മുഴുവൻ 50% അതുകൊണ്ട് കേരളത്തിൽ 25% ലെവലിലേ വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, പകുതി. പക്ഷേ ഇന്ത്യക്ക് ഒരു വലിയൊരു യൂത്ത് ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. അപ്പൊ അവര് നമ്മുടെ ഒരു വലിയ മാൻ പവറാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ അസറ്റ്. അവരെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം. പക്ഷെ അതേ സമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാണ്. കാരണം അവരെ വെൽ ട്രെയിൻഡ് അല്ല, അവർ അണ്ടർ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ അവർ തന്നെ രാജ്യത്തിന് ഒരു ചലഞ്ച് ആകാതിരിക്കണമെങ്കിൽ അവർ ഏറ്റവും നല്ല ട്രെയിനിങ്, അവർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. സൈന്യത്തിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. കഴിവിനൊത്ത് നല്ല രീതിയിൽ ജോലി ചെയ്യണം. തന്റെ അമ്മാവനാണ് സൈന്യത്തിലേക്കുള്ള പ്രചോദനമായതെന്നും സോണിയ ചെറിയാൻ സൂചിപ്പിച്ചു. ജോലിയിൽ ചലഞ്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധത്തിന് വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. കടുത്ത സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് പോരുകയായിരുന്നു ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകും. അതിനെ നേരിടുവാൻ നമുക്ക് കഴിയണം. സുഖം മാത്രമായൊരു ജീവിതമില്ല. കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിലും കവിത രചിക്കാൻ കഴിയണം. ഞാനൊരു എഴുത്തുകാരിയല്ലെന്നും വായനക്കാരി മാത്രമാണെന്നും ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും അവർ മറുപടി നൽകി. ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സോണിയ സമ്മാനിച്ചു. കൂറ്റനാട്ടുള്ള നാഗൽശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ഭാരത് യൂത്ത് ക്ലബിന്റെ 6ാമത് മീറ്റ് ദ ലെജൻഡ് പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ, ഡോക്ടർ KP ശ്രീജ, വിനയഗോപാൽ, വിഷ്ണു ഹരിദാസ്, നന്ദന, അഭയകൃഷ്ണ, ശീതൾ, ദേവികൃഷ്ണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വേനൽ മഴയിൽ പറളി മേഖലയിൽ പരക്കെ നാശനഷ്ടം. കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. പ്രദേശത്ത് നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. കാത്തിരുന്നെത്തിയ വേനൽ മഴ വലിയ രീതിയിലുള്ള നാശമാണ് പറളി കോട്ടായി മേഖലകളിൽ വിതച്ചത്. മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. മഴയിലും കാറ്റിലും മരം വീണ് പറളി തേനൂരിൽ വീട് ഭാഗികമായി തകർന്നു. തേനൂർ കല്ലേമൂച്ചിക്കൽ മണ്ഡകത്തിൽ സന്തോഷ് കുമാറിൻ്റെ വീടാണ് സമീപത്തെ തെങ്ങും മാവും പൊട്ടി വീണ് ഭാഗികമായി തകർന്നത്. വീട്ടുകാർ വീടിൻ്റെ മറുഭാഗത്തായിരുന്നതിനാൽ ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കോട്ടായി മേഖലയിൽ മരങ്ങൾ കടപുഴകി വീണും കൊമ്പുകൾ പൊട്ടി വീണും വൈദ്യുതി പോസ്റ്റുകൾ വ്യാപകമായി തകർന്നിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ മേഖലയിൽ വേനൽ മഴ പെയ്തതോടെ പാതകൾ ചളിക്കുളമായെന്ന് പരാതി. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വശങ്ങൾ വെട്ടിപ്പൊളിച്ച പാതകളാണ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിൽ മണ്ണൂരിലെ മിക്ക റോഡുകളും തകർന്ന അവസ്ഥയാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി നേതാക്കൾ പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും റോഡുകൾ തകർന്ന അവസ്ഥയാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പൈപ്പിടാനായി മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ച റോഡുകൾ ഇതുവരെ നന്നാക്കിയിട്ടില്ല. മഴക്കാലമെത്തുമ്പോഴേക്കും റോഡുകൾ നന്നാക്കിയില്ലെങ്കിൽ യാത്രാ ദുരിതം രൂക്ഷമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് സത്വര നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. ശിവപ്രകാശ് ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് M. ശിവപ്രകാശ്, PA സക്കറിയ, VM സിദ്ദിഖ് കൊട്ടക്കുന്ന്, A. ഫൈസൽ, റഫീഖ്, S. ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. മിക്ക റോഡുകളും ജലജീവൻ മിഷൻ്റെ സൗകര്യമെന്ന് പറഞ്ഞ് മിക്ക റോഡുകളും കയറി നശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ മുഴുവൻ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലവസ്ഥയായിട്ടില്ല. ഇത്ര ദിവസങ്ങളായിട്ട് ഭരണസമിതിയോ മറ്റോ അത്തരം റോഡുകൾക്ക് തിരിഞ്ഞു നോക്കുപോലും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ വളരെ ദുരിതത്തിലായ ഈ സമയത്ത് കോൺഗ്രസിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്ത്. ഗ്രാമപഞ്ചായത്തും സ്ഥലം MLAയും ഇടപെട്ട് മഴക്കാലത്തിനു മുമ്പ് ഗ്രാമീണ പാതകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജൽജീവൻ മിഷൻ പൈപ്പിടാനാണ് റോഡ് മാസങ്ങൾക്ക് മുമ്പ് വെട്ടിപ്പൊളിച്ചത്. എന്നാൽ പണി പൂർത്തീകരിച്ച ഭാഗങ്ങൾ പോലും 7 മാസം കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയായിട്ടില്ല. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തന്നെ എല്ലാ ഗ്രാമീണ റോഡുകളും തകർന്നു. മഴക്കാലം എത്തും മുമ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തും MLAയും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി തകർന്ന റോഡുകൾ എത്രയും വേഗം നന്നാക്കാൻ വേണ്ട നടപടികൾ അധികാരികൾ ചെയ്യണം. അതല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്
ശക്തമായ സമരവുമായി മണ്ണൂർ പഞ്ചായത്തിൽ ജനങ്ങളുടെ കൂടെ, ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ കൂടെ എന്നും നിൽക്കാറുള്ളത് പോലെ ഈ പ്രശ്നത്തിലും ശക്തമായി ജനങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നുള്ള ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ പട്ടാമ്പി സ്വദേശി രഞ്ജുവിനെ ഗുരുതര പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പറളി ചന്തപ്പറിയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. പച്ചക്കറിയുമായി വരികയായിരുന്ന ഓട്ടോ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. മങ്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശമംഗലം ഒലിച്ചിയിൽ തെരുവ് നായ്ക്കൾ കൂട്ടിൽ കയറി ആടുകളെ കടിച്ചുകൊന്നു. നിർധന കുടുംബത്തിന്റെ ഉപജീവന മാർഗമാണ് ഇതോടെ നഷ്ടമായത്. 8ഓളം നായ്ക്കളാണ് കൂട് തകർത്ത് ആടുകളെ ആക്രമിച്ചത്. ഉപജീവനമാർഗമായ ആടുകളെ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി കടിച്ചുകൊന്നതിൻ്റെ വിഷമത്തിൽ മനം നൊന്ത് കരയുകയാണ് ഈ വീട്ടമ്മ. ഒലിച്ചി ചേനത്തുകാട് വാലിക്കുളങ്ങര വീട്ടിൽ പരേതനായ ഹരിദാസന്റെ ഭാര്യ സുഭാഷിണിയുടെ 6 ആടുകളെയാണ് കൂട്ടിൽ കയറി തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. 8ഓളം തെരുവുനായ്ക്കളാണ് കൂട്ടിൽ കയറി ആടുകളെ ആക്രമിച്ചതെന്ന് സുഭാഷിണി പറഞ്ഞു. ഈ സമയത്ത് ഇവർ അയൽവീട്ടിലായിരുന്നു. ആടുകളുടെ നിലവിളി കേട്ട് നാട്ടുകാരോടിയെത്തിയാണ് നായ്ക്കളെ ഓടിച്ചത്. എന്നാൽ കൂട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആടുകളെയും നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു. ഇതിൽ ഒരാട് ഗർഭിണിയുമായിരുന്നു. 8 വർഷം മുമ്പാണ് സുഭാഷിണിയുടെ ഭർത്താവ് ഹരിദാസ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. കൂലിപ്പണിയെടുത്തായിരുന്നു പിന്നീട് സുഭാഷിണിയുടെ ജീവിതം. ഇതിൽ സ്വരൂപിച്ച പണം കൊണ്ടാണ് ആടുകളെ വാങ്ങിയത്. അമ്മ പത്മാവതിയും മകൻ ശരത്തുമാണ് സുഭാഷിണിക്കൊപ്പം ഇവിടെ താമസം. സംഭവ സമയത്ത് മറ്റു 2 പേരും ബന്ധുവീട്ടിലായിരുന്നു. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള ഒറ്റപ്പാലം നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് PTA. സ്കൂളിൽ സ്ഥാപിച്ച CCTV അനുമതി റദ്ദാക്കിയ ചെയർപേഴ്സന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് PTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വസ്തുതാവിരുദ്ധമായ പരാതിയിൽ അന്വേഷണം പോലും നടത്താതെയാണ് വിദ്യാലയത്തിലെ CCTVയുടെ അനുമതി റദ്ദാക്കിയതെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് PMA ജലീൽ ചൂണ്ടിക്കാട്ടി. CCTV ക്യാമറ പിൻവലിച്ചത് അച്ചടക്കത്തെ ബാധിച്ചിട്ടുണ്ട്. സ്കൂളിലെ റിസൾട്ടിനെയും ഇത് പ്രതികൂലമായി ബാധിച്ചു. 2018 സ്കൂളിലെ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനായി 3.5 കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും നാളിതുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നടപടിയായിട്ടില്ല. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒഴിച്ചിട്ട LP വിഭാഗം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച 13 ലക്ഷം രൂപയിൽ 1 രൂപ പോലും നഗരസഭ ചിലവഴിച്ചിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ PTA ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ ഒന്നുപോലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഒറ്റപ്പാലം നഗരസഭയിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള നഗരസഭയുടെ അവഗണന കുറ്റകരമാണെന്ന് PTA പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ നഗരസഭ കടുത്ത വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ പദ്ധതിയിൽ വെച്ച 1 രൂപ പോലും ഇതുവരെ ചെലവഴിച്ചില്ല. 2024-25 അധ്യയന സാമ്പത്തിക വർഷത്തിൽ സ്കൂളിൽ നിന്ന് ഔദ്യോഗികമായി 7 പദ്ധതികൾ പ്രിൻസിപ്പൽ എഴുതി നൽകിയിട്ടും 1 പദ്ധതി പോലും ഈ മുനിസിപ്പാലിറ്റിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമാണ്, ഈ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന് 1 രൂപ പോലും ചെലവ് മാറ്റിവെക്കാത്ത പദ്ധതി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ അച്ചടക്കവും അതോടൊപ്പം തന്നെ പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി സ്പോൺസർമാരെ കണ്ടെത്തി സ്ഥാപിച്ച, ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ട് സ്ഥാപിച്ച CCTV ക്യാമറകളുടെ പ്രവർത്തനം നഗരസഭയുടെ ഏകപക്ഷീയമായ നിലപാട് മൂലം അത് പ്രവർത്തനരഹിതമാക്കുന്ന ചെയർപേഴ്സന്റെ ഉത്തരവ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നഗരസഭ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, PTA-യുടെയും മറ്റും പ്രവർത്തന ഫലമായി നേടിയെടുത്ത വികസനങ്ങളെ, പുരോഗതിയെ ഇല്ലാതാക്കുകയും ചെയ്തു. PTA ഭാരവാഹികളായ ഫാത്തിമ സുഹറ, ഷീബ സുരേഷ്, മദർ PTA പ്രസിഡന്റ് സാജിദ അസ്ലം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 55 വയസ്സായിരുന്നു. രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുംതറയിലായിരുന്നു അന്ത്യം.
ദീർഘനാളായി ചികിത്സയിലായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8-നാണ് മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുമ്പ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 1974 റെയിൽവേ സമരത്തിൽ പങ്കെടുത്തവരെ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആദരിച്ചു. സമരത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആദരം. പെൻഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ CGSPA ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് C മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MB മോഹനചന്ദ്രൻ, PV ഗോപാലകൃഷ്ണൻ, M ചന്ദ്രശേഖരൻ, P ആറുമുഖൻ, K വേലായുധൻ, ബാലസുബ്രഹ്മണ്യൻ, ഗംഗാധരൻ, M രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 1974 സമരം നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് CGSPA ഓഫീസ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ സംസാരിച്ചു. ശമ്പളം കുറിപ്പിട്ട ദിവസം വരുമോ? അതൊന്നും ചില സമയത്ത് പറഞ്ഞാൽ 30 ദിവസം കഴിയും, 35 ദിവസം കഴിയും, 40 ദിവസം കഴിയുമ്പോൾ ഇന്ന് കയറ്റിയ ദിവസം നാളെ കയറ്റിയ ഓരോ പറഞ്ഞ CPCയിലും കേരളത്തിൽ ശമ്പളം പറഞ്ഞ് നിരന്തരമായിട്ട് ഒരു ദിവസം കിട്ടാത്തത്. സമരത്തിൽ പങ്കെടുത്തവരെയും പിരിച്ചുവിട്ടതിനു ശേഷം വീണ്ടും സർവീസിൽ പ്രവേശിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബാലസമാജം അംഗങ്ങൾക്കായി ലക്ഷ്യ 2024 ശില്പശാല സംഘടിപ്പിച്ചു. താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ കമ്മിറ്റി അംഗം K ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. KBS അക്കാദമി ചെയർമാൻ ശ്രീജിത്ത് S നായർ ക്ലാസ് നയിച്ചു. SSLC +2 വിജയികളുടെ ഉന്നത പഠന സാധ്യതകൾ ശില്പശാലയിലെ വിഷയമായി. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ മോഹൻദാസ് പാലാട്ട്, P സന്തോഷ് കുമാർ, പ്രതിനിധി സഭാംഗങ്ങളായ C കരുണാകരനുണ്ണി, V രാജമോഹനൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് J ബേബി ശ്രീകല, ഖജാൻജി വത്സല ശ്രീകുമാർ, നോർത്ത് യാക്കര കരയോഗം സെക്രട്ടറി MP കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. +2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും SSLC വിജയികളെയും മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു. അനുമോദന യോഗം IUML കോങ്ങാട് മണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. CA റിനീഷ, മുഹമ്മദ് ലത്തീഫ്, ജാസിഫ്, AK അനുഷ, ഇഹ്സാൻ, മുഹമ്മദ് നിഷാം, മുഹമ്മദ് അസ്ലഹ്, ഹിഷാം എന്നിവരെയാണ് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപഹാരവും മെഡലും നൽകി അനുമോദിച്ചത്. ഉപഹാര സമർപ്പണം മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് നിർവഹിച്ചു. SSLCയിലും ഫുൾ A+ വാങ്ങി മണ്ണൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിന് വളരെയധികം പ്രചോദനമായ, ഭാവിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനമായ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനും ഇനിയും അവരുടെ വിദ്യാഭ്യാസപരമായ വളർച്ചകൾ ഉണ്ടാകാനും ഉന്നത തലത്തിൽ മണ്ണൂർ പഞ്ചായത്തിൻ്റെ യശസ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മുടെ കയ്യൊപ്പ് ചാർത്താനും കഴിയട്ടെ. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. KM അബ്ദുൽ ഹക്കീം, KP മുനീർ, PU റജുല, മുസദ്ദിഖ്, നൂരിഷ, S ഷഫീർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി. പത്രിപ്പാല സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. എനിക്ക് ഇന്ന് ഈ പുരസ്കാരം നൽകിയ അൻവർ സാദിഖ് സാറിനും മുസ്ലിം ലീഗ് എല്ലാവർക്കും നന്ദി. ഇനി എനിക്ക് MBBS എടുക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS വിജയികളെയും NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. അനുമോദന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. ജയിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ അന്ന് ഡിസ്റ്റിങ്ഷനോ റാങ്കോ അങ്ങനെയൊക്കെയാണ് അന്ന് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഒക്കെ ഗ്രേഡിംഗ് സംവിധാനമായി. അപ്പോൾ ആ ഗ്രേഡിങ്ങിൽ മാറ്റം വന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് A+ ആയി. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഇന്ന് വന്നു. അപ്പോൾ എല്ലാ കുട്ടികളും, അതായത് ഇപ്പോൾ 8ാം ക്ലാസ് തുടങ്ങിക്കൊണ്ട് തന്നെ ഒരുവിധം തെറ്റില്ലാതെ പഠിക്കുന്ന കുട്ടികളെ അപ്പം തുടങ്ങിയിട്ട് ആളുകൾ, അധ്യാപകരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അതിനെ കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീലയ, അഫ്രീൻ ഫാത്തിമ, മുഹമ്മദ് ലത്തീഫ് എന്നീ വിദ്യാർത്ഥികളെയും
കിഴക്കുംപുറം AJB സ്കൂളിൽ നിന്ന് LSS പരീക്ഷയിൽ വിജയികളായ മുഹമ്മദ് റയ്യാൻ, മുഹമ്മദ് അഫ്ലഹ്, മുഹമ്മദ് ഹിഷാം എന്നിവരെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. കെ ശങ്കരനാരായണൻ, വി ഹരിദാസ്, കെ നാരായണൻ, ടി സതീഷ് കുമാർ, NS ഹംസ, പി വിനോദ്, എ ഷഫീഖ്, കെ അഫ്സൽ, ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. SJN നജീബ് സ്വാഗതവും പി പ്രമോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വീണ്ടും സമ്പൂർണ്ണ A+ന്റെ തിളക്കവുമായി എരുമപ്പെട്ടിയിലെ 3 സഹോദരിമാർ. നേരത്തെ SSLC പരീക്ഷയിലും മൂവരും ഫുൾ A+ നേടിയിരുന്നു. +2വിനും നേട്ടം ആവർത്തിക്കാനായതിന്റെ സന്തോഷത്തിലാണ് 3 സിസ്റ്റേഴ്സ്. ജനനത്തിലെന്ന പോലെ വിജയത്തിളക്കത്തിലും ഒന്നിച്ചാണ് തൃശൂർ എരുമപ്പെട്ടി കുണ്ടന്നൂരിലെ ഈ സഹോദരിമാർ. ഗിൽമ മരിയ, ഗിൽന തെരേസ, ഗിൽസ ആൻ എന്നിവരാണ് നാടിനും വീടിനും അഭിമാനമായി +2വിനും ഫുൾ A+ നേടിയത്. കുണ്ടന്നൂർ മുരിങ്ങത്തേരി വീട്ടിൽ ജെൻസന്റെയും സിനിയുടെയും മക്കളാണ് ഈ കൊച്ചുമിടുക്കികൾ. 2022 SSLC പരീക്ഷയിൽ 3 പേരും ഫുൾ A+ നേടിയിരുന്നു. ഇത്തവണ +2വിലും നേട്ടം ആവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് മൂവരും. തൃശൂർ ചെമ്പൂക്കാവ് ഹോളി ഫാമിലി CGHSSലെ വിദ്യാർത്ഥികളാണ് 3 പേരും. അധ്യാപകരും കൂട്ടുകാരും വലിയ പിന്തുണയാണ് തൻ്റെ മക്കൾക്ക് നൽകിയതെന്ന് അമ്മ സിനി പറഞ്ഞു. എൻ്റെ അനുഗ്രഹമായിട്ട് ആദ്യം കരുതാണ്. പിന്നെ ഇവരുടെ ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടീവായിരുന്നു. അതുപോലെ ഞങ്ങളുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. 3 പേർക്കും എഞ്ചിനീയർ ആകണം എന്നാണ് ആഗ്രഹം. മൂവർക്കും ഗോഡ്സൺ എന്ന ഒരു സഹോദരൻ കൂടിയുണ്ട്. അമ്മ സിനി എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിത്രകലാ അധ്യാപകൻ എന്ന നിലയിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ 25 സ്കൂളുകളിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ച ഒരു അധ്യാപകൻ. ശില്പിയും എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമായെല്ലാം കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന PK ചന്ദ്രബാബുവാണ് സൗജന്യ ചിത്രകലാ ക്യാമ്പ് നടത്തുന്നത്. പഴയ ലക്കിടി GSB സ്കൂളിലാണ് 18ാമത്തെ ക്യാമ്പ് നടത്തിയത്. അവധിക്കാലത്ത് കുട്ടികളെ വർണ്ണവിസ്മയങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയാണ് KR ചന്ദ്രബാബു. ചിത്രകലാ അധ്യാപകൻ എന്ന നിലയിൽ 25 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമെല്ലാമായ KR ചന്ദ്രബാബു 25 സ്കൂളുകളിൽ സൗജന്യ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 25 കുട്ടികൾക്കാണ് സൗജന്യ പരിശീലനം. ഒട്ടേറെ വ്യത്യസ്ത ക്യാമ്പുകൾ ഒരുക്കിയിട്ടുള്ള ചന്ദ്രബാബു തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. മാതൃകാ അധ്യാപകനുള്ള പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുണ്ട്. ജയിലുകളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും HIV ഓട്ടിസം ബാധിതർക്കായും സ്പെഷ്യൽ സ്കൂളുകളിലും തെരുവുകളിൽ ജീവിക്കുന്നവർക്കുമെല്ലാം വേണ്ടി ചന്ദ്രബാബു സൗജന്യ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. 25 ക്യാമ്പുകളുടെ പരമ്പരയിലെ 18ാമത്തെ ക്യാമ്പ് പഴയലക്കിടി GSB സ്കൂളിൽ നടന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അകലെ നിന്ന് വന്നിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പ് ചാരിറ്റി പ്രോഗ്രാമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 18ാമത്തെ ക്യാമ്പാണ്. ഞാൻ 17 ക്യാമ്പ് ചെയ്തു കഴിഞ്ഞു. അതും ഇങ്ങനെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിലാണ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരാളും നമുക്ക് ഇങ്ങനെയുള്ള ക്യാമ്പിന് 25 ക്യാമ്പാണ് ചെയ്യുന്നത്. ഇത് 18ാമത്തെ ക്യാമ്പാണ്. PTA പ്രസിഡന്റ് K ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് നിഷ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സൈനാബി സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, SMC ചെയർമാൻ സലാം, ഷുഹൈബ് തങ്ങൾ, ശ്രീജ പള്ളം, രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 17ാം വയസ്സിൽ വിമാനം പറത്താൻ ഒരുങ്ങുകയാണ് പാലക്കാട് സ്വദേശി കണ്ണൻ. നിലവിൽ തൃശൂരിലെ ഫ്ലൈയിംഗ് സ്കൂളിൽ ഗ്രൗണ്ട് പരിശീലനം നടത്തുന്ന കണ്ണന് ടുണീഷ്യയിൽ വിമാനം പറത്തുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ തൻ്റെ വീട്ടിലിരുന്ന് കണ്ട അതിരില്ലാത്ത ആകാശ സ്വപ്നങ്ങളാണ് ഇന്ന് കണ്ണനെ ടുണീഷ്യ വരെയുള്ള അവസരത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. +2 പഠനശേഷം തൃശ്ശൂരിലെ റയാൻ എയർ എന്ന ഫ്ലൈയിംഗ് സ്കൂളിലെത്തിയതാണ് കണ്ണന് ജീവിതത്തിലെ വഴിത്തിരിവായത്. ഓരോ പൈലറ്റും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കാലാവസ്ഥാ പഠനവും എയർക്രാഫ്റ്റുകളുടെ പ്രവർത്തനവുമൊക്കെയാണ് കണ്ണനിപ്പോൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പമുള്ള സിമുലേറ്റർ ട്രെയിനിങ്ങിലും കണ്ണൻ ആകാശപ്പറത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആദ്യമായി നടത്തിയ സിമുലേറ്റർ ട്രെയിനിങ്ങിൽ തന്നെ കണ്ണന്റെ പൈലറ്റ് ജോലിയിലുള്ള അഭിരുചി വ്യക്തമായെന്ന് റയാൻ എയർ ഫ്ലൈയിങ് സ്കൂൾ ഉടമ വികാസ് പറഞ്ഞു. അപ്പോൾ കണ്ണനെ ഇരുത്തി നോക്കിയപ്പോൾ തന്നെ ജസ്റ്റ് 1-2 തവണ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഹി ഹാസ് ഇനഫ് പൊട്ടൻഷ്യൽ. ചെറുപ്പം മുതലേ ഒരു പൈലറ്റ് ആവണം എന്ന ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്. 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടാലൻറ്റ് കണ്ടപ്പോൾ നമുക്ക് തോന്നി എന്തായാലും വി ഹാവ് ടു എൻകറേജ്. ആകാശമോഹങ്ങൾ മാത്രമല്ല കണ്ണനെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്പോർട്സ് ആംസ് ലൈസൻസി കൂടിയാണ് കണ്ണൻ. ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് ശേഷം ടുണീഷ്യയിൽ യഥാർത്ഥ വിമാനം പറപ്പിക്കുന്ന ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കണ്ണനിപ്പോൾ. ചെറുപ്പം മുതലേ എനിക്ക് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മേലെ പ്ലെയിന് കാണും. അപ്പം അങ്ങനെ നമുക്ക് പൈലറ്റ് ആവാൻ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ 10th മുതൽ അതിൻ്റെ നോക്കി അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മാത്തൂർ CFD സ്കൂളിലെ അന്താരാഷ്ട്ര കായിക താരങ്ങളെയും കായികാധ്യാപകൻ കെ സുരേന്ദ്രനെയും ആദരിച്ചു. ചടങ്ങ് കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കായികക്ഷമതയും പരിശീലനവും ജീവിതത്തിൽ ഏതുതരം പ്രതിസന്ധികളെയും മറികടക്കാൻ പ്രാപ്തനാക്കുമെന്ന് KG ഗോപകുമാർ പറഞ്ഞു. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുന്നു, അവനെ പഠിപ്പിക്കുന്നു നല്ലപോലെ, വീട്ടുകാർക്കായാലും അധ്യാപകരായാലും അവൻ പഠിക്കുന്നു. അതിനുശേഷം അവൻ ഹയർ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് പല സംസ്ഥാനങ്ങളിലും മറ്റിടത്ത് പോകുന്നു. അപ്പം നമ്മുടെ നാട്ടില് കോമ്പീറ്റ് ചെയ്തതിൽ വ്യത്യസ്തമായി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കോമ്പീറ്റൻസിനെ അവിടെ കിട്ടുന്നു. അവിടെ പലപ്പോഴും ഇവരെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കും മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്കും. ദുബായിൽ നടന്ന ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അഭിമാന നേട്ടം കൈവരിച്ച മാത്തൂർ CFD സ്കൂളിലെ അന്താരാഷ്ട്ര കായിക താരം P. അഭിരാമനും ദേശീയ സ്കൂൾ കായികമേളയിൽ സ്വർണ്ണമണിഞ്ഞ K. അഭിജിത്തിനും സ്കൂളിലെ കായികാധ്യാപകനും GV രാജ അവാർഡ് ജേതാവുമായ K. സുരേന്ദ്രൻ മാസ്റ്റർക്കുമാണ് ആദരമൊരുക്കിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ V. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. CFD വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എൽറ്റിൻ തോമസ്, PTA പ്രസിഡന്റ് PR പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി CBP ബേബി, CFD ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KA മഞ്ജു എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകൻ K. സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CFD ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ T. അനിത സ്വാഗതവും പ്രധാനാധ്യാപിക G. ലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ ദേശീയ നൃത്ത സംഗീതോത്സവം തുടങ്ങി. ഷൊർണൂർ KVR സ്കൂളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച ഫെസ്റ്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ പരുത്തിപ്ര വൈഷ്ണവം ഗ്രൂപ്പ് മേള കൂട്ടായ്മയുടെ പഞ്ചാരിമേളം, മാനസ വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ടം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 7 മണിക്കായിരുന്നു ഉദ്ഘാടന സമ്മേളനം. മാനസ കൾച്ചറൽ ഫെസ്റ്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനകീയമാകുന്നു, കൂടുതൽ ഉന്നതരായ കലാകാരന്മാർ വരുന്നു, കൂടുതൽ ശ്രദ്ധ നേടുന്നു എന്നുള്ളതാണ് ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. മറ്റൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് അത് ഇന്നത്തെ കാലത്ത് നല്ല പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഹരീഷ് ശിവരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി, കലാമണ്ഡലം പഞ്ചമിയും വിപിൻ കൃഷ്ണയും അവതരിപ്പിച്ച ഭരതനാട്യം, ഗണേഷ് ഗിരി ഒരുമ തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരക്കളി എന്നിവയുമുണ്ടായി. जय जय स्वामी जय 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 स्वामी
ജയ 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 സ്വാമി ജയ 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 ജയ. ദേശീയ നൃത്ത സംഗീതോത്സവം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല ജൈവ വൈവിധ്യ ക്യൂസ് മത്സരത്തിൽ പറളി HSS 9ാം ക്ലാസ് വിദ്യാർത്ഥി VS ശ്രീജിത്തിന് 1ാം സ്ഥാനം. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കലക്ടർ ഡോക്ടർ S ചിത്ര സമ്മാനദാനം നിർവഹിച്ചു. ക്വിസ് മത്സരത്തിൽ പറളി HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി A അജ്സലിനാണ് 2ാം സ്ഥാനം. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ കുട്ടണശ്ശേരി AUP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥി KP അനന്തകൃഷ്ണ 3ാം സ്ഥാനവും മലമ്പുഴ ബ്ലോക്കിലെ PMGHS വിദ്യാർത്ഥി ആയുഷ് രാജ് 4ാം സ്ഥാനവും നേടി. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കലക്ടർ ഡോക്ടർ S ചിത്ര സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സൈതലവി എന്നിവർ സംസാരിച്ചു. നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഭാരവാഹി ലത ആനോത്ത് ക്വിസ് മാസ്റ്ററായിരുന്നു. ബ്ലോക്ക് തല ക്വിസ് മത്സര വിജയികളാണ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തത്. 13 ബ്ലോക്കുകളെ പ്രതിനിധീകരിച്ച് 45 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് മൂന്നാറിൽ സംഘടിപ്പിക്കുന്ന നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവം ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഡോക്ടർ TC ഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഡോക്ടർ TC ഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിവിവരണം, ദക്ഷയാഗം, ഭരതചരിതം തുടങ്ങിയവയിലായിരുന്നു പാരായണം. അംഗമഹാരാജാവിൻ്റെ കഥയിൽ ചെന്നുപെടുക. അംഗമഹാരാജാവിന് കുട്ടികളുണ്ടായില്ല. അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖമായി. എന്താ ചെയ്യാൻ നിശ്ചയില്ല. അന്നത്തെ കാലത്ത് ഈ രാജഭരണം നിലനിർത്തണമെങ്കിൽ അനുഗ്രഹാവകാശികൾ പുരുഷ സന്താനങ്ങളായിട്ട് വേണം എന്നാണ് സമ്പ്രദായം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനത്തിലെത്തിയ അവസാനം കുറച്ച് ഋഷീശ്വരന്മാരെ വിളിച്ച് ഒരു അശ്വമേധ യാഗമൊക്കെ നടത്തിയാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായമായി. അവരെല്ലാവരും വിളിച്ചു വരുത്തി. അപ്പോൾ അശ്വമേധയാഗം നടത്തുന്ന സമയത്ത് നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. 16-ന് യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പേരൂർ കായ്പയിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. രാവിലെ വിശേഷ പൂജകളോടെയാണ് താലപ്പൊലി ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് ശേഷം പേരക്കുളത്ത് നിന്ന് കുമ്മാട്ടി പുറപ്പെട്ടു. തുടർന്ന് മന്തത്ത് കേളി, ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വൈകിട്ട് വിവിധ വേലകൾ ക്ഷേത്രത്തിലെത്തി അണിനിരന്നു. വൈകിട്ട് പഞ്ചവാദ്യം, തുടർന്ന് പാണ്ടിമേളം എന്നിവയുമുണ്ടായി. പുലർച്ചെ കൂറ ഇറക്കലോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ മഹാകിരാത രുദ്രയജ്ഞം തുടരുന്നു. 12 ദിവസത്തെ യജ്ഞം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. 2ാം ദിനമായ ശനിയാഴ്ച രാവിലെ വിശേഷ പൂജകളോടെയാണ് യജ്ഞവേദി ഉണർന്നത്. മഹാകിരാത രുദ്രയജ്ഞത്തിൻ്റെ 2ാം ദിനത്തിൽ രാവിലെ 9-ന് വേട്ടേക്കരൻ്റെ എഴുന്നള്ളിപ്പ് നടന്നു. ഗജവീരൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. തുടർന്ന് വേട്ടേക്കരൻ ഉച്ചപ്പാട്ട്, പ്രസാദകൂട്ട് എന്നിവയുണ്ടായി. വൈകിട്ട് സന്ധ്യാവേല, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, സഹസ്ര ദീപക്കാഴ്ച എന്നിവയും നടന്നു. പന്ത്രണ്ട് ദിവസത്തെ യജ്ഞം ഭംഗിയായി പുരോഗമിക്കുകയാണെന്ന് തോട്ടത്തിൽമന കുട്ടൻ നമ്പൂതിരി, MS പ്രതീഷ് എന്നിവർ പറഞ്ഞു. 14-ാം തീയതി വരെ ഒരു ആന വെച്ചിട്ടും 15, 16 3 ആനകളും 17-ാം തീയതി 5 ആനയും 18-ാം തീയതി 7 ആനകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ എഴുന്നള്ളിപ്പുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ 12-ാം തീയതി തായമ്പക അവതരിപ്പിക്കുന്നത് കൃഷ്ണപ്രവീണാണ്.
13-ാം തീയതി ഡോക്ടർ കല്ലുവഴി മുരളി നമ്പീശനും 14-ാം തീയതി തൃത്താല ശങ്കരകൃഷ്ണ പൊതുവാളുമാണ് തായമ്പകൾ അവതരിപ്പിക്കുന്നത്. പിന്നെ അവിടുന്ന് 15, 16, 17 ദിവസങ്ങളിലും തായമ്പകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറയിൽ വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാരായ നിർമ്മല, സരോജിനി, സെലീനാമ, ശാന്തകുമാരി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബിന്ദു, AI സീനത്ത്, അനിൽകുമാർ, കെ കമലാക്ഷി, വിനീത, വിജിത, എ ധന്യ, PB ലത, ഗ്രീഷ്മ, ICDS സൂപ്പർവൈസർ ബേബി എന്നിവർ സംസാരിച്ചു. 2023 ഏപ്രിൽ മാസത്തിൽ റിട്ടയർ ചെയ്തവരുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് ചടങ്ങിൽ അംഗൻവാടി ജീവനക്കാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അംഗൻവാടി വർക്കർ N രാധ സ്വാഗതവും VK സത്യഭാമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിരമിക്കുന്ന അംഗൻവാടി വർക്കർക്ക് അമ്പലപ്പാറ കണ്ണമംഗലത്ത് പൗരാവലിയുടെ യാത്രയയപ്പ്. കണ്ണമംഗലം കരുവത്തിരുത്തി അംഗൻവാടി വർക്കർ സരോജിനിക്കാണ് പൗരാവലി യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ധന്യ അധ്യക്ഷത വഹിച്ചു. സദാനന്ദൻ, മുത്തുകുമാരൻ, സരോജിനി, രാധ എന്നിവർ സംസാരിച്ചു. മാത്തൂർ CFD സ്കൂളിൽ സൗജന്യ പഠനോപകരണ വിതരണം നടന്നു. സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ ബാഗ്, നോട്ട്ബുക്ക് തുടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. സ്കൂൾ മാനേജർ V ദിവാകരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക G ലീന അധ്യക്ഷത വഹിച്ചു. കോട്ടായിയിൽ ഭാരതപ്പുഴയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി. 2-ാം വാർഡിലെ ചുള്ളി ഭാഗത്തുനിന്ന് പിടികൂടിയ പാമ്പിന് 7 അടി നീളമുണ്ട്. പാമ്പിനെ കണ്ട നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിക്കുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥലത്തെത്തി ആലത്തൂർ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് വിവരമറിയിച്ചു. ഫോറസ്റ്റ് ഓഫീസിൽ നിന്നെത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുകുമാരനാണ് നാട്ടുകാരുടെ സഹായത്തോടെ മലമ്പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ നെല്ലിയാമ്പതി വനമേഖലയിൽ വിട്ടയക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കുതിരാനിൽ വൻ ലഹരിമരുന്നുവേട്ട. MDMAയും ബ്ലൂ എക്സ്റ്റേസി ഗുളികകളും പിടികൂടി. പൂത്തോൾ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. ലഹരിവേട്ട തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും PG പോലീസിന്റെയും നേതൃത്വത്തിൽ. കേരളത്തിൽ മന്ത്രിമാരെ പാർട്ടിയെ മുഖ്യമന്ത്രിയും നിയന്ത്രിക്കുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമെന്ന് K മുരളീധരൻ. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ നിലയിൽ. ചാൻസലർ, വൈസ് ചാൻസലർ പോര് കുട്ടികളുടെ ഭാവിക്ക് ഭീഷണിയാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പുതിയ വോട്ടർമാരായ വിദ്യാർത്ഥികൾ പഠന ആവശ്യത്തിന് കേരളത്തോട് സലാം പറഞ്ഞതുകൊണ്ടെന്നും K മുരളീധരൻ. KPSTA സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഷൊർണൂരിൽ. സംസ്ഥാന സർവീസ് മേഖലയെ സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ച് ജനവിരുദ്ധമാക്കുകയാണെന്ന് NGO സംഘ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനും ഇല്ലാതാക്കാനും ശ്രമം. ഭരണാനുകൂല സംഘടനകളുടേത് അടിമ മനസ്സ്. പാലക്കാട്ട് NGO സംഘ് ജില്ലാ സമ്മേളനം. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി. സ്കൂളിലെ CCTV ക്യാമറയുടെ പ്രവർത്തനാനുമതി വസ്തുതാവിരുദ്ധമായ പരാതിയെ തുടർന്ന് നിഷേധിച്ചത് പ്രതിഷേധാർഹം. വിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച 13 ലക്ഷം രൂപ പാഴാക്കി. നടപ്പു സാമ്പത്തിക വർഷം PTA നിർദ്ദേശിച്ച ഒരു പദ്ധതി പോലും നടപ്പാക്കിയില്ല. 2018-ൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണത്തിന് സർക്കാർ 3.5 കോടി അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചില്ലെന്നും PTA ഭാരവാഹികൾ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവാക്കൾ തന്നെയെന്ന് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ. മികച്ച പരിശീലനം നൽകി യുവതീ യുവാക്കളെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. കൂറ്റനാട് ഭാരത് യൂത്ത് ക്ലബിന്റെ മീറ്റ് ദി ലെജൻഡ്. ആടുജീവിതവും അനുവദിക്കാതെ അക്രമകാരികളായ തെരുവുനായ്ക്കൾ. ദേശമംഗലം ഒലിച്ചിയിൽ കൂട്ടമായെത്തിയ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി ആടുകളെ കടിച്ചുകൊന്നു. നഷ്ടമായത് വിധവയായ വീട്ടമ്മയുടെ ഉപജീവനമാർഗം. വേനൽ മഴയിൽ കോട്ടായി പറളി മേഖലയിൽ പരക്കെ നാശനഷ്ടം. തേനൂരിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മരക്കൊമ്പുകൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതോടെ വൈദ്യുതി വിതരണവും താറുമാറായി. മണ്ണൂരിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വശങ്ങളിൽ ചാൽ കീറിയ ഗ്രാമീണ പാതകൾ ചെളിക്കുളമായതോടെ യാത്രാക്ലേശം രൂക്ഷം. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മഴക്കാലത്തിനു മുമ്പ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി വേണമെന്ന് മുസ്ലിം ലീഗ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.